പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതത്തിൻ്റെ 30 ഒന്നാമത്തെ വാക്യം, അതുപോലെ തന്നെ 9 വാക്യവും വളരെ അനുഗ്രഹീതമായ ഒരു വചനം ആണ് നമുക്കിത്. ഇത് ദൈവം നമ്മെ വിടുവിക്കുന്നു, ദൈവം നമ്മെ ഉദ്ധരിക്കുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, ദൈവം നമുക്ക് ഉയർത്തുന്ന ദൈവമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് 1 വാക്യവും 9 വാക്യവും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ആ ഒരു സംഗീതത്തിന് മുഴുവനും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനം കൂടിയാണ്. വളരെ അനുഗ്രഹീത ആലോചനകൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ എൻ്റെ ധ്യാനത്തിൽ ആധാരം ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നുമാണ്. ദാവീദിൻ്റെ നന്ദി പ്രകടനമാണ് ഈ വാക്കുകൾ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. Psalms 30:1. എവിടെ നിന്നാണ് ദാവീദിനെ ഉദ്ധരിച്ചത്? 30 സങ്കീർത്തന പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, താൻ മരണകരമായ രോഗത്തിലായി കുഴിയിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതാണ് വാക്യം 9. അപ്പോൾ മരണകരമായ സ്ഥിതിയിൽ കുഴിയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ താണുപോകുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ തന്നെ ദൈവം അവിടുന്ന് എഴുന്നേൽപ്പിക്കുക. ഇന്ന് പ്രഭാതത്തിൽ മരണകരമായ ഒരു വലിയൊരു കുഴിയിലേക്ക് ഞാൻ താണു പോകുന്നു, അല്ലെങ്കിൽ മരണകരമായൊരു വേദന എന്നെ പിന്തുടരുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതവേള ഞാൻ പറയട്ടെ, ദൈവം അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഇല്ലാതായി പോകും, ഈ രോഗത്തിൽ ഇനി എന്താണ്, എനിക്കൊരു പ്രതീക്ഷയില്ല, അറ്റുപോയിരിക്കുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ ഇന്ന് പ്രഭാതത്തിലുമുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്നും, അത് ഇപ്പോൾ ആയിരിക്കുന്ന കുഴഞ്ഞ അനുഭവങ്ങളിൽ നിന്നും, നാശകരമായ അനുഭവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വിടുവിച്ച് ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ എഴുന്നേൽക്കുകയില്ലെന്ന് പറഞ്ഞാൽ, ഉയർത്തുകയില്ലെന്ന് പറഞ്ഞ ശത്രുവാദ് കിട്ടുന്ന സാഹചര്യങ്ങളിൽ എന്താണ്, ദേശത്ത് കുഞ്ഞ് ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ നിന്നെ കേട്ടും, ഇന്നിപ്പോൾ പരിഹാസം കേട്ടും, ഇപ്പോൾ വേദന ഒക്കെ അനുഭവിച്ചും, ഇപ്പോൾ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാകാം. എന്നാൽ എൻ്റെ എല്ലാം നടുവിൽ, അത് ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. നാശകരമായ അനുഭവങ്ങളിൽ നിന്ന്, കുഴഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കും. അതിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒരുപക്ഷെ എൻ്റെ ജീവിതം തീർന്നു, എനിക്കിനിയും പ്രതീക്ഷകളൊന്നുമില്ല എന്നൊക്കെയായിരിക്കാം വിചാരിക്കുന്നത്. ദൈവം അതിൽ നിന്ന് വിടുവിച്ച് ശക്തീകരിക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, വചനത്തിനായി സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കടന്നായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.